ഇത് കുട്ടികളെ ജിമ്മിലേക്ക് വിടാത്ത പാരന്റ്സ് ഉള്ള വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി ന്യൂസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. കുറെ കൊലപാതകങ്ങളും അല്ലാതെ മറ്റു ചില പ്രശ്നങ്ങളും. ഇതിന്റെയൊക്കെ റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് നോട്ട് ചെയ്തൊരു കാര്യമാണ് യൂസേജ് ഓഫ് ഡ്രഗ്സ്. നിങ്ങളെ കുട്ടികളെ മറ്റു പല ആക്ടിവിറ്റീസും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പഠനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചെറിയൊരു ഫ്രീഡം കിട്ടുമ്പോൾ അവർ മൊത്തത്തിൽ മുതലെടുക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവരെ ചെറുപ്പത്തിലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എന്തായാലും ഇൻവോൾവ് ചെയ്യിക്കണം. ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ആവാം, ജിം ആവാം, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ എന്തായാലും ഇൻവോൾവ് ചെയ്യണം. അപ്പൊ അവരെന്തായാലും ഒരു ഫിറ്റ്നസ് കോൺഷ്യസ് ആയിരിക്കും. പഠനത്തിന് മാത്രം നിങ്ങളെ കുട്ടികളെ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. പല ആൾക്കാർക്കും പല കഴിവായിരിക്കും. എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പല ആക്ടിവിറ്റീസ് ആയിരിക്കും പല ആൾക്കാർക്കും കഴിവ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പേരന്റ്സ് സപ്പോർട്ട് ചെയ്തിട്ടാണ് സച്ചിനും മെസ്സിയും റൊണാൾഡോ ഒക്കെ ഉണ്ടായത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ അവരുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരെ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളെ കുട്ടികളെ ചെറുപ്പം മുതലേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് വളർത്താൻ നോക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾ ഒരിക്കലും ഡ്രഗ്സിന്റെ പുറകെ പോകില്ല. അപ്പോൾ സ്റ്റേ ഹെൽത്തി.